കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഞാനും ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 27 വയസ്സുള്ള ക്ഷീര കർഷകനായിട്ടുള്ള ഒരു പയ്യൻ, അവൻ പാല് സൊസൈറ്റിയിൽ റിജക്റ്റ് ചെയ്തതിൻ്റെ സങ്കടത്തിൽ തലയിൽ കൂടി പാല് മൊത്തം കമുത്തി ആ വീഡിയോ വൈറലായി. ആ സൊസൈറ്റിയിലുള്ള 2 ലേഡീസിനെതിരെയും പിന്നെ അവിടെ ബാക്കിയുള്ള പാർട്ടി പ്രവർത്തകർക്കെതിരെയും പാർട്ടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പയ്യൻ ആ വീഡിയോനകത്ത് പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ്റെ പാല് മാത്രം റിജക്റ്റ് ചെയ്യുന്നു, അവൻ്റെ പാല് മാത്രം പിരിയുന്നു എന്ന പേരിലും അതിന് ക്വാളിറ്റി ഇല്ല, വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണെന്നൊക്കെ പല പേര് പറഞ്ഞു അവൻ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അവൻ്റെ ക്ലെയിം. അന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ വീഡിയോയിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. 2 ഭാഗവും ഇതിൽ കേൾക്കണം. ഓക്കെ, 2 ഭാഗം കേൾക്കാതെ പാർട്ടി പരാമർശം കൂടി വരുന്ന സ്ഥിതിക്ക് എന്താണ് ഇതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി 100% ഇന്നതാണ് എന്നുള്ളൊരു അസംഷനിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലൊരു കോമെൻറ്റ് ഞാൻ എടുത്തു വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഒരു വ്യക്തി ഇട്ടൊരു കോമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയുടെ പാലിന് ക്വാളിറ്റി കുറഞ്ഞാൽ ആ പാല് ബാക്കിയുള്ളവരുടെ പാലുമായിട്ട് ചേർത്തി അത് മിൽമയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ പാലും, ഒരു 10 ലിറ്റർ പാലാണ് ഒരു എക്സ് എന്ന് പറഞ്ഞ വ്യക്തി കൊടുക്കുന്നത്, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ പാലും ഇരിക്കുന്നത് ഒരു കണ്ടെയ്നറിൽ, ഈ എക്സ് എന്ന് പറഞ്ഞ പാൽ ആ കണ്ടെയ്നറിൽ പോകുന്നു. 40 ലിറ്ററുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇവൻ്റെ 10 ലിറ്ററും കൂടി ആഡ് ആകുമ്പോൾ അത് 50 ലിറ്റർ ആവും. പക്ഷേ ഈ കേട് വന്ന പാല് അല്ലെങ്കിൽ കേട് വരാൻ ഹൈ ചാൻസ് ഉള്ള ക്വാളിറ്റി കുറഞ്ഞ പാല് കൊണ്ടുപോയിട്ട് ഈ 40 ലിറ്ററിൽ ഒഴിക്കുമ്പോൾ ഈ 10ഉം കേടാവും, 40-40ഉം കേടാവും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇവൻ്റെ പാല് പോയിട്ടുണ്ടോ, അതുകൊണ്ടാണോ സൊസൈറ്റിയിൽ നിന്ന് ഇവൻ്റെ പാല് റിജക്റ്റ് ചെയ്തതെന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഒരു വ്യക്തി കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ എടുത്തു വെച്ച് പറഞ്ഞ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കൊല്ലം പരവൂരിലാണ് ഈ പാൽ സൊസൈറ്റി ഉള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു വ്യക്തി യൂട്യൂബിലൊരു വീഡിയോ ഫോർവേഡ് ചെയ്ത് തരാണ്. ഈ വീഡിയോയിൽ കാണുന്ന യുവാവ്, ഇയാൾ പാൽ കർഷകൻ, ക്ഷീര കർഷകൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വ്യക്തി ഒരു പശു വിൽപ്പനക്കാരനാണ്. ഓക്കെ, പശു വിൽപ്പനക്കാരനാണ് എന്നും മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ വിറ്റിട്ടുള്ള പശുവിൻ്റെ ഒരു അവസ്ഥ, പറ്റിക്കപ്പെട്ട ഒരാൾ, ഇയാളിൽ നിന്ന് പശു മേടിച്ച ഒരാളുടെ ഒരു അവസ്ഥ, ഇതാണ് ചേട്ടാ നിങ്ങളിത് കാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കാണ് എനിക്ക് ഇട്ട് തന്നത്. ഞാൻ അന്ന് ആ വീഡിയോ കണ്ടു. എഗെയിൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തു. ഇന്നലെ നോക്കുമ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന്, ആ സൊസൈറ്റിയിൽ സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്ന കുറച്ച് പേര് ചേർന്ന് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദ അതർ സൈഡ് കേൾക്കണമല്ലോ, കോയിൻ്റെ അടുത്തൊരു വശം നമ്മൾ എന്താണെങ്കിലും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ആദ്യം തന്നെ ഏതൊരു വ്യക്തിക്കാണോ ഈ പയ്യൻ പശുവിനെ വിറ്റത് ആ വ്യക്തിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം പശു വിൽപ്പന ഉണ്ട് എന്നുള്ളത് ഈ പയ്യൻ ആ പാല് തലയിൽ കൂടി കമത്തിയ വീഡിയോന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാനൊരു പശു വിൽപ്പനക്കാരനാണ്, പശുവിനെ വിൽക്കുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണോ എൻ്റെ പാല് നിങ്ങൾ എടുക്കാത്തതെന്നുള്ളൊരു ചോദ്യം ആ പയ്യൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് കാണാം. ഇവനെയൊക്കെ നശിച്ചു പോകണം, അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല. അവൻ്റെ കുടുംബം വരെ നശിച്ചു പോകണം. നമ്മളെ കാണിച്ച വീഡിയോയിൽ ഇതിൽ നല്ല കൊഴുത്തിരിക്കുന്ന പശുവിനെയാണ് അവൻ കാണിച്ചത്. ഇല്ലെന്ന് പറയുന്നത് ആണ് മൊത്തം എല്ലാം. ഇതിന്നോ നാളെ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കറവ കാണിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു 10 ലിറ്ററിൽ മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത്. 10-15 ദിവസത്തിൽ മേളിലായിട്ടുണ്ട്. ഇപ്പം ഇതുവരെയും കറന്നിട്ട് 2 നേരവും കൂടെ കിട്ടുന്നത് 3 ലിറ്റർ പാലാണ് കിട്ടും. ഞാൻ അവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്നേരം തൊട്ട് വിളിക്കുന്നുണ്ട്, ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. അതായത് ഈ വ്യക്തി തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന് കേരളത്തിൽ സെയിൽ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അതിൽ നിന്ന് ഇവൻ്റെ വീഡിയോ കണ്ട് പശു മേടിച്ചൊരു ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ആണ് ആ ചേട്ടൻ ഇപ്പോൾ അവിടെ ഷോർട്ടായിട്ട് ഷെയർ ചെയ്തുള്ളത്. ബാക്കി ഞാൻ ഇനി വെക്കാം, അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഇനി ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ, പാല് റിജക്റ്റ് ചെയ്ത സൊസൈറ്റിയിലെ അവിടെ ബാക്കി ആ കൂട്ടായ്മയിൽപ്പെട്ട ബാക്കി ക്ഷീര കർഷകരുണ്ടാവുമല്ലോ, അവർ ഈ പയ്യനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലും അവരും എടുത്തു പറയുന്നൊരു കാര്യം, ഇവനൊരു പ്രോപ്പറായിട്ട് നമ്മളെപ്പോലുള്ളൊരു ക്ഷീര കർഷകനല്ല, പശുവിനെ വളർത്തി പാല് മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരാളല്ല. തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന പശുവിൻ്റെ, ഇപ്പോൾ ഒരു ക്ഷീര കർഷകൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ അടുത്തൊരു പശു സ്റ്റേബിളായിട്ട് കുറച്ച് വർഷങ്ങളിരിക്കും. ആ പശുവിൻ്റെ പാല് തന്നെയോ ആ പശുക്കളുടെ പാല് തന്നെയായിരിക്കും ഒരു സൊസൈറ്റിയിലേക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവൻ്റെ കേസിൽ ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന പശുവിൽ ചില പശുക്കൾ ആ ടൈമിൽ അവർക്ക് പാല് കിട്ടുമ്പോൾ ആ പാല് എടുത്തിട്ട് ഇവൻ സൊസൈറ്റിയിൽ കൊണ്ടുവരും. സ്റ്റേബിൾ അല്ല ഇവൻ്റെ പശുവിനെ ഇവൻ വിൽക്കാൻ വേണ്ടി വിൽക്കുന്നു. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന പശുവിൻ്റെ പാലെടുത്തിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഇവനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൊസൈറ്റിയിൽ നിന്ന് ഇവൻ്റെ പാല് റിജക്റ്റ് ചെയ്തതെന്നാണ് സൊസൈറ്റിയുടെ ക്ലെയിം.
66 ആൾക്കാരോട് പാൽ ഒഴിക്കുന്നു നമ്മളെ ഈ സംഘത്തിലെ. ഇപ്പം ഈ അടുത്ത് 1-2 മാസം കൊണ്ടാണ് അവൻ്റെ പാല് കംപ്ലൈൻ്റ് ആയിട്ട് പിന്നെ അവിടെ മിൽമ എന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നതും അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനമാണ്? ജസ്റ്റ് ഇവിടുത്തെ ഇരിക്കുന്ന സ്ഥാപനത്തിലിരിക്കുന്ന സ്റ്റാഫ് മാത്രം എടുത്ത തീരുമാനം? മൊത്തം കർഷകർ, ക്ഷീര കർഷകരല്ല, പൊതുവെ ഇവിടെ 40 ലിറ്ററാണ് ഒരു ക്യാനകത്ത് കൊള്ളുന്നത്. അപ്പോൾ ഈ 2 ലിറ്റർ പാല് 40-നകത്ത് വീണാൽ 40 ചെള്ളായി പോകും. 1 ലിറ്റർ വീണാലും മൊത്തം ഒരു ടാങ്ക് കേടാവും. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ RSS പ്രവർത്തനമാണ്. ഇവിടെ CPM കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആർക്കും ജാതിയോ മതപരമുണ്ട്, ആർക്കും യാതൊരു വിവേചനമില്ല. കർഷകന്മാരാണ്, കർഷകരുടെ കൂട്ടായ്മയാണ് ഇവിടെ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശു 3 ദിവസം 4 ദിവസം കറക്കാതെയാണ് കൊണ്ടുവരുന്നത്. ആ പശുവിന്റെ പാല് പിഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അതായത് കെട്ടി നിർത്തിയ പാലാണ്. അതാണ് സത്യാവസ്ഥ. കംപ്ലൈന്റ് ആവുക. സമാധാനം ആരും പറയും. പാല് കംപ്ലൈന്റ് വന്നപ്പോ അവന് സെപ്പറേറ്റ് ആയിട്ട് അവന് പ്രത്യേകം ക്യാൻ കൊടുത്ത് ക്യാനിൽ ഒഴിച്ചു പോയ സാധനം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ ഈ പാല് മൊത്തം അവന്റെ വൈഫ് ഒഴിച്ചത് ഇവിടെ ഇന്ന് മൊത്തം ആൾക്കാർക്ക് അറിയാം. എല്ലാരും പുറത്തോടെ എടുത്ത് ഒഴിച്ചിട്ട് ഇവിടെ കിടന്ന് ചീത്ത വിളിച്ചിനി പറയാനൊരു തെറിയില്ല സെക്രട്ടറി പ്രസിഡന്റ് ഇവിടുത്തെ സ്റ്റാഫിന്. ഈ സംഘം പൂട്ടിക്കൊന്നും പറഞ്ഞ് വെല്ലും വിളിച്ചു പോയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടും ആ ക്യാൻ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് അതും എടുത്ത് ഒഴിച്ചു. അപ്പുറത്തെ ടയർ കടയിലെ ഓണർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ പാലിന്റെ സ്മെല്ല് ഒഴിക്കുക, ഇവിടെ ഒഴിക്കലെന്ന് ആ പുള്ളിവരെ പറഞ്ഞു ഇവിടെ വന്നിട്ട്. പിന്നെ പിറ്റേന്ന് പറഞ്ഞാൽ ഇവൻ സോ കാണിച്ചത്. അല്ലാതെ ഇവിടുത്തെ സംഘത്തിൽ ഏതെങ്കിലും ഒരാൾ അവനെ പറ്റി ന്യായമായിട്ട് പറഞ്ഞാൽ വെല്ലുവിളിക്കുന്നുണ്ട്. പൊതുയോഗം തീരുമാനമായിരുന്നു അവന്റെ പാലെടുക്കണം. തീരുമാനിച്ചതാണ് അവന്റെ പാലെടുക്കണം. ഞാനാണ് കർഷകമായിട്ട് പറഞ്ഞു ഇവിടെ അന്ന്. ഞാൻ പറഞ്ഞു അവന്റെ പാലെടുക്കരുത്, ഇത് നമുക്കൂടെ നാണക്കേടാണ്. സത്യമുള്ളൂ. അവ ഒരു കർഷകനെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് പെറ്റാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നത്. അതാണ് പിരിയുന്നത്. ഈ ഫേസ്ബുക്കിൽ ഇടുന്ന എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവന്റെ പാലെടുക്കുന്നില്ല, അതെന്തുകൊണ്ട് പിരിയുന്നെന്ന്. സൊസൈറ്റിക്കാരെ കുറ്റമാണ്. അതെങ്ങനെയാണ്? ഞങ്ങൾ കർഷകരാണ്, 10-20 വർഷം കൊണ്ട് പശു വളർത്തുന്നവരാണ്. ഞങ്ങൾ ഈ പാല് കൊണ്ടുവന്ന് ഒഴിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അവൻ കൊണ്ടുവന്ന് അന്ന് തലയിൽ കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. മഞ്ഞ കളറാണ് ആ പാല്. എന്ന് വെച്ചാൽ പെറ്റ പശുവിന്റെ പാല് അവൻ കറന്നുകൊണ്ട് ഇവിടെ അവ എന്നും വരുന്ന വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവൻ പാലുമായിട്ട് വരുന്നത്. കാര്യം നേരെ ചെക്ക് ചെയ്യത്തില്ല. അപ്പോൾ പാലെടുത്ത് ഒഴിക്കും, കോടതി കൊണ്ട് പാലെടുത്ത് ഒഴിക്കും. ഇത് ബുദ്ധിപൂർവ്വം അവൻ സ്വന്തമായിട്ട് കറക്കുന്നതാണ്. എന്നിട്ട് ആ സമയത്ത് അവൻ പാലുമായിട്ട് വരത്തുള്ളൂ. പിന്നെ ചില ദിവസങ്ങൾ ഒരു നേരെ കൊണ്ടൊഴിക്കും, അല്ലേ, ഒറ്റ നേരെ കൊണ്ടൊഴിക്കും. കാര്യം എന്താണ്? ഈ മേടിക്കാൻ വരുന്നവർ പശുവിന്റെ മടി കാണണം. രാവിലെ പാല് കറന്നാൽ പകല് വരുന്ന ആൾക്കാരെ മടി കാണത്തില്ല. അതുകൊണ്ട് അവൻ ആ മടി വീർപ്പിച്ച് നിർത്തി വൈകിട്ട് പാല് കറക്കും. ഈ ഒരു പെറ്റ പശുവിനെ ഒരു 2 നേരം കറക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാല് വൈകിട്ട് കറന്നാൽ ചീത്തയാവും. അത് ഈ പശു വളർത്തുന്നവർക്ക് അറിയാം, നല്ല രൂപത്തിൽ അറിയാം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയം, ഈ പയ്യൻ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ട് ഇവൻ വൈകുന്നേരങ്ങളിൽ മാത്രം കൊടുക്കുന്ന പാലാണ്. ഓക്കെ, അതാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞത് വെച്ച് നോക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇവൻ ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ കൊണ്ടുവന്ന് പശുവിനെ വിൽപ്പന ചെയ്യുന്ന ഒരാൾ. അവനും പറഞ്ഞതാണ്, ഇവരും ഇത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെറ്റ പശുക്കളെ കൊണ്ടുവന്ന് ഇമ്മീഡിയറ്റ്ലി അവരുടെ പാല് കറക്കാതെ, അല്ലെങ്കിൽ ആ പാൽ എടുക്കാൻ പറ്റില്ല, ഒരു 5-6 ദിവസത്തേക്ക് ആ പാല് എടുക്കുന്നത് ശരിയല്ല, അത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ഞാനും 1-2 ആൾക്കാർ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന സമയത്ത് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഇവരോട് ചോദിച്ച സമയത്ത് ഇവരിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചെങ്കിൽ, ഈ തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടത്തിന് പശുവിനെ കൊണ്ടുവരുന്ന ആളുകൾ പൊതുവേ ചെയ്യുന്ന പരിപാടി കുറേ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും, കുറേ പശുവിന് കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതും പ്രസവം കഴിഞ്ഞ് വരുന്ന പശുക്കളാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് കൊഴുത്ത് നിൽക്കുന്നു, ആകിട്ടൊന്ന് കൊഴുത്ത് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ ആൻറ്റിബയോട്ടിക്സും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. മരുന്നുകൾ ചെല്ലുന്നത് കാരണം പാല് പിരിയാനുള്ള എല്ലാ ഹൈ ചാൻസും കൂടുതലുണ്ട്. അപ്പം കച്ചവടക്കാർ കാണിക്കുന്ന കച്ചവട തന്ത്രങ്ങൾ ഉള്ള പശുക്കളുടെ പാല് സൊസൈറ്റിയിലേക്ക് എത്തുന്നത് സ്ഥിരമായിട്ട് ക്ഷീര കർഷകർ 10, 15, 20 കൊല്ലമായിട്ട് പശുവിനെ വളർത്തി ഈ ഒരു മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ പാലിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതേപോലെ കച്ചവടത്തിനായിട്ട് വന്നു പോകുന്ന പശുക്കളുടെ പാലിന് പറ്റില്ല. അപ്പോൾ ഒരു സൊസൈറ്റിക്ക് അവർ കൊടുക്കുന്ന മിന്മയിലേക്ക് കൊടുക്കുന്ന പാലിൻ്റെ ക്വാളിറ്റിയുടെ അത്ര തന്നെ ഇവൻ്റെ ക്വാളിറ്റി എത്താതായി എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയപ്പോൾ സൊസൈറ്റിയിൽ തന്നെ ഇവന് സെപ്പറേറ്റ് ഒരു കണ്ടെയ്നർ കൊടുത്തിട്ട് അതിനകത്ത് ഇവൻ്റെ പാല് മേടിച്ച് അത് സൊസൈറ്റിയിൽ നിന്ന് അയച്ച് അതിന്ന് റിജക്ഷൻ വന്നു. മനസ്സിലായോ? പിന്നെ പൊതുവായിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു തീരുമാനമെടുത്തു, ഇവൻ്റെ പാൽ എടുക്കണ്ട, കാരണം ഇവൻ്റെ പാലാണ് പിരിയണത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പയ്യനൊരു 5-6 വർഷമായിട്ടാണ് ക്ഷീരകർഷകൻ ഈ ഒരു രീതിക്ക് ബിസിനസ്സും സംരംഭം തുടങ്ങിയത്. ശരിയാണ്, ഒരാൾ ചെയ്യുമ്പോൾ അയാളെ നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം, ഡിസ്കറേജ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് പറഞ്ഞു കൊടുത്ത് നല്ല വഴിക്ക് ഇതാണ് ചെയ്യേണ്ടത് പറഞ്ഞു പഠിപ്പിക്കെങ്കിലും വേണം. പക്ഷേ ഇവിടെ എന്തോ ക്ലാഷ് ഉണ്ട് ഇവരൊക്കെ തമ്മിൽ. മനസ്സിലായോ? ഇത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ഷീര കർഷകർ ഈ പയ്യൻ്റെ ഈ ആക്ട് ഒട്ടും
അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പശുവിനെ വാങ്ങി വിറ്റ് അതിനിടയിൽ പാല് വിൽക്കുന്നവരെല്ലാം സ്ഥിരമായിട്ട് പശുവിനെ നിർത്തി കറന്ന് കൊടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ പശു വിൽപ്പനയാണോ ഒരു പ്രശ്നം എന്നാ ചെക്കൻ ചോദിക്കുമ്പോൾ ഈ നാട്ടിൽ സൊസൈറ്റിയിൽ ബാക്കിയുള്ളവർ പറയുന്നത് പശു വിൽപ്പനയാണ് പ്രശ്നം. പശു വിൽപ്പനയാണ് പ്രശ്നം. കാരണം സ്ഥിരമായിട്ടുള്ള സോഴ്സ് അല്ല പശു. പശു വരും, പശു വന്ന ഉടനെ 3-4 ദിവസം കറക്കും, കൊടുക്കും, വിടും. മനസ്സിലായോ? അപ്പോൾ പൊതുയോഗം വിളിച്ച് അതിനകത്ത് ആളുകൾ ആ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നവർ ഒപ്പിട്ട് അവർ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് കൊടുത്തെടുത്തൊരു തീരുമാനമാണ് എന്നും ഇവൻ്റെ പാല് മിൽമയിലേക്ക് പോയി അവിടുന്ന് റിജക്ഷനായി വന്നതാണ് എന്നുള്ളതുമാണ് ഇവർ പറയുന്നത്. ഇനി നേരത്തെ ഇവൻ പശു വിറ്റ ആൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 15-ാം തീയതി കൊല്ലം പരവൂരുള്ള വിഷ്ണു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്ന പശുവാണ് ഈ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പശുവിൻ്റെ അവസ്ഥയാണ് ഇത് കാണുന്നത്. ഞാൻ അവിടെ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്നേരം തൊട്ട് വിളിക്കുന്നുണ്ട്. ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല. വീഡിയോയിൽ നമ്മളെ കാണിച്ച പശുവേ അല്ല ഈ വന്നേക്കുന്ന, ഇവിടെ വന്ന് കണ്ടിട്ട് വീഡിയോയിൽ കണ്ടേക്കുന്ന പശുവേ അല്ല. അത് വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോഴേ ഞാൻ ആ വണ്ടിക്കാരോടും പറഞ്ഞാണ് ഇത് വീഡിയോയിൽ കാണിച്ച പശുവല്ല, ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതിൻ്റെ അകിട് നോക്കിക്കുക, അവൻ കാണിച്ച പശുവേ അല്ല ഈ സാധനം നമുക്കിവിടെ വന്നേക്കുന്നത്. അവൻ ആ വണ്ടിക്കാരുടെ അടുത്ത് കയറ്റിവിട്ട് ആ വണ്ടിക്കാരുടെ അടുത്ത് നമ്മൾ ചോദിച്ചാണ് നമുക്ക് വന്നേക്കുന്ന പശു ഇതല്ല, ഇങ്ങനെയാണ് നമ്മളെ വീഡിയോ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പശുവിനെയൊക്കെ ഇവൻ കയറ്റി വിട്ടിട്ട് ഇവനെ എങ്ങനെ ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഇവനെയൊക്കെ നശിച്ചു പോകണം, അല്ലാതെ വേറൊന്നും നമ്മൾ പറയാനില്ല. അവൻ്റെ കുടുംബം വരെ നശിച്ചു പോകണം. നമ്മളടുത്തൊന്നും ഇങ്ങനത്തെ പണി ചെയ്യല്ലേ. ഒരാൾ നല്ല രീതിയിൽ ഒരു സംരംഭം തുടങ്ങി എന്തെങ്കിലും പിള്ളേർ രക്ഷപ്പെട്ടു പോട്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വാക്കും വർത്തമാനങ്ങളും ഇതുമെല്ലാം കണ്ട് അവനെ ഇതില്ല അതില്ല മറ്റേതാണ് മറിച്ച് അതിലെ കൂടെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും, ഇങ്ങനെ നോക്കിയാൽ ഇതില്ലെന്ന് പറയും, ഒരു അസുഖം ഇല്ലാത്ത പശുവിനെ നോക്കിയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി നിർത്തുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പോയത്. അത് നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. അന്ന് ഇവിടെ കൊണ്ടുവന്നത് തന്നെ ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ അടുത്ത് കറവ കാണിച്ചു. എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. കറവ കാണിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു 10 ലിറ്ററിൽ മേളിൽ പാല് കിട്ടുമെന്ന് പറഞ്ഞ് കാണിച്ച വീഡിയോ ആണിത്. ഇന്ന് ഇതുവരെ ആയിട്ടും ഇതിന് 3 ലിറ്ററിൽ മേളിലോട്ട് പശുവിന് പാല് കിട്ടിയിട്ടില്ല. അങ്ങ് അറ്റം കിട്ടിയേക്കുന്ന 2 നേരം കൂടെ കറന്നിട്ട് കിട്ടിയേക്കുന്നതാണ് 3 ലിറ്റർ പാല്. എത്ര ദിവസമായി പ്രസവിച്ചിട്ട് 5 ദിവസം ആയുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് പശുവിനെ ഇവിടെ കയറ്റി വിട്ടത്. അതിന് ഞാൻ അവനോട് ഫോണിൽ ഇതിൽ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അത് പാലാകും, അത് 10-15 ദിവസം ആകണം പാലാകണം. ഇപ്പം അവിടുന്ന് കയറ്റി വിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം 25-ാം തീയതിയായി. ഇപ്പം തന്നെ കണക്ക് കൂട്ടിയത് 26ആയി. ഇപ്പം തന്നെ കണക്ക് കൂട്ടിയാലും 10-15 ദിവസത്തിൽ മേളിലായിട്ടുണ്ട്. ഇപ്പം ഇതുവരെയും കറന്നിട്ട് 2 നേരവും കൂടെ കിട്ടുന്നത് 3 ലിറ്റർ പാലാകും. വളരെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ആ പശുവിനെ കണ്ടാൽ നമുക്കറിയാം. എല്ലും തോലും തൂങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പശുക്കച്ചവടം നടത്തിയ ആളെ പറ്റിക്കുന്ന ഒരാളായിട്ടുള്ള ഈ വിഷ്ണു സൊസൈറ്റിയിൽ പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിൽ മാത്രം ഭയങ്കര ജെന്യൂനായിട്ട് പാൽ കച്ചവടം നടത്തുന്നുള്ളത് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ എന്നാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്ന വ്യക്തി ചോദിച്ചിട്ടുള്ളത്. 1-2 കേസുകളല്ല, ഒരുപാട് കേസുകൾ ഇതേപോലെ ഇവൻ പശു വിറ്റതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി പറയുന്നത്. അതിൽ തന്നെ 1-2 എണ്ണം കേസായിട്ട് പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നുള്ളൊരു വിവരം അയാൾ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും അയാൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഫർദറായിട്ട് ബ്രോ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബ്രോയ്ക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു ക്ലെയിമാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിപ്പോൾ കാണുമ്പോൾ സത്യത്തിൽ ഒരു എന്താ പറയുക, അവൻ പശു കച്ചവടക്കാരനാണെന്ന് അവൻ പറയും ചെയ്തു. കൊടുത്ത പശുവിന് ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ള ഒരു വീഡിയോ ഇത് കുറച്ച് മുമ്പ് വന്ന, ഇപ്പം ഇങ്ങോട്ട് എന്താ പറയുക ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ കുത്തിപ്പൊങ്ങി വന്ന വീഡിയോ അല്ല. ഇത് കുറച്ച് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ട വീഡിയോ ആണ്. ഇത് അപ്ലോഡ് ചെയ്തിട്ട് കളർമീൻ എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൽ വേറൊരു കാര്യമുണ്ട്. ഈ ചാനലിൽ തന്നെ ഇവൻ്റെ ഈ പശുക്കച്ചവടം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇട്ടുള്ള ചാനലാണ് ഈ കളർമീൻ. ആ ഒരു ചാനൽ കണ്ടിട്ടാണ് പലരും പശുവിനെ പോയി മേടിച്ചതും. അപ്പോൾ അയാളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഇവൻ ഇതേപോലെ ഉടായ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ തലയ്ക്കും കൂടി എത്തും. കാരണം അയാളുടെ ചാനലിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇവൻ്റെ പശുക്കച്ചവടത്തിൻ്റെ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഇവൻ ഈ കച്ചവടം ചെയ്ത് ഇങ്ങനെ ബാധിക്കപ്പെട്ട ആളുടെ അടുത്ത് പോയിട്ട് വീഡിയോ ചെയ്തതാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ ചാനലുകാരൻ അവിടെ പോയിട്ട് അത് റെക്ടിഫൈ ചെയ്ത് വീഡിയോ ചെയ്തു. അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇവൻ ഇങ്ങനത്തെ ഒരു പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി കൊടുത്തിട്ട് ഉന്തി തള്ളി വിട്ടുപോയാൽ പിന്നെ എന്തെങ്കിലും കാണിക്കാൻ പറ്റൂ? ഇതൊരുമാതിരി പണ്ട് ദാസനും വിജയനും ശങ്കരാടി 10 ലിറ്റർ കറക്കും 20 ലിറ്റർ കറക്കും, എന്തോ ഒരു സുഖം അവരുടെ കരച്ചിൽ കേൾക്കാന്ന് പറഞ്ഞ സിനിമയിലെ അവസ്ഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഉടായ്പൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഷയമല്ലേ. ഒരു സൊസൈറ്റിയുടെ ഫ്രണ്ട് ഒരു വ്യക്തി കൂടി സംസാരിക്കുന്നുണ്ട്. ഈ കർഷകൻ കുറച്ച് നാളായിട്ട് പാലൊഴിക്കുന്നുണ്ട്. പശു കച്ചവടമാണ്, കർഷകനല്ല പുള്ളി എന്ന് വെച്ചാൽ പശു കച്ചവടമാണ്. തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുത്തുകൊണ്ട് വന്നിട്ട് 10-13-15 പശുവിനെ കൊണ്ടുവന്ന് ഈ പശുവിനെ വിൽക്കാനായിട്ടാണ് കൊണ്ടുവന്ന് വിൽപ്പന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വരുന്ന പാലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പശു വളർത്തി ഡെയിലി പാല് കൊണ്ടുവരുന്നില്ല. മിക്ക ദിവസം വൈകുന്നേരത്ത് മാത്രമാണ് കൊണ്ടുവരുന്നത്, രാവിലെ കൊണ്ടുവരാറില്ല യാദൃശ്യമായിട്ട്. മെനങ്ങാൻ തന്നെ ഈ പാല് പിരിയുന്നത് പിന്നെ ഇദ്ദേഹം അതിൻ്റെ തലേന്ന് പാല് കൊണ്ടുവന്നില്ലായിരുന്നു. 600-700 പാലാണ് കയറ്റി വിട്ടത്.
അതാണ് പിരിഞ്ഞത്. അവസാനം പിരിഞ്ഞത് ആദ്യമേ 3-ാം തീയതി പിരിഞ്ഞു. ഇത് അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി. 17-ാം തീയതി ഇവിടെ കൊണ്ടുവന്ന പാല് പിരിഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് പാല് സ്മെല്ലാണ്, എടുക്കാൻ പറ്റത്തില്ല, സ്മെല്ലായി കഴിഞ്ഞു, എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടി ചീത്ത വിളിച്ച് വലിയ ബഹളമൊക്കെ വെച്ചിട്ട് പിന്നെ അടിക്കും, വലിച്ചു കീറികളോ എന്നൊക്കെ ഉള്ള ഭാഷയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവിടെ പൊതുയോഗം വരുന്നു. 18-ാം തീയതി ആയിരുന്നു പൊതുയോഗം. പൊതുയോഗത്തിൽ ഈ വിഷയം കർഷകർ എടുത്തിട്ടു. കർഷകർ ഒന്നടക്കം ആ കർഷകൻ്റെ ആ വിഷ്ണു എന്ന് പറയുന്ന ആളിൻ്റെ നിന്ന് പാൽ എടുക്കണ്ട എന്നും അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞു. അവിടുത്തെ ലെറ്റർ പാഡിൽ വന്ന കർഷകരെല്ലാം ഒപ്പിട്ട് ഇട്ട് പറഞ്ഞ് ഇനി നാളെ മുതൽ പാലെടുക്കണ്ട എന്ന്. കർഷകരുടെ തീരുമാനമാണ്. അപ്പോൾ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഇത് പിന്നെ കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അവരിത് പിന്നെ ഉദ്യോഗസ്ഥ കൊല്ലം DO ഓഫീസിൽ വിളിച്ച് ഈ വിവരം പറഞ്ഞു. അറിയിച്ചതിൻ്റെ പുറകിൽ 3:30 ആയപ്പോൾ DO ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് ആ വിഷ്ണു എന്ന് പറഞ്ഞ ആൾക്ക് ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ പിന്നെ പാലിവിടെ എഴുതി വെച്ച് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതി വെപ്പിച്ചതിന് ശേഷം പാലെടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ വന്നു. അപ്പോൾ സെക്രട്ടറി പിന്നെ ലെറ്റർ പാഡിനകത്ത് മൊത്തം എഴുതി അദ്ദേഹം വായിച്ചു. പാലിന് എന്ത് തകരാറ് വന്നാലും അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തോളാമെന്നും അതിന് സംഘത്തിന് വരുന്ന ബാധ്യത അയാൾ അടയ്ക്കാമെന്നും എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പുവെച്ചു. ഒപ്പുവെച്ച് അന്ന് വൈകുന്നേരത്തോട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാല് മാത്രമാണ് ഒരു ക്യാനകത്ത് കയറ്റിവിടുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒട്ടിച്ചിട്ട് BMC വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ഇത് ഇന്ന ആളുടെ ഒരാളിൻ്റെ പാല് മാത്രമാണ്, ഇത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. അവൻ്റെ പാല് തന്നെയാണ് ഈ ക്യാനകത്ത് സെപ്പറേറ്റ് കയറ്റി വിട്ടുകൊണ്ടിരുന്നതാണ്. മെനഞ്ഞാന്ന് രാവിലത്തെ പാല് ഇത് കണക്ക് പിരിഞ്ഞു. 9:30 മണിയായപ്പോഴത്തേക്ക് രാവിലെ 9:20 ആയപ്പം പിന്നെ BMC സെക്രട്ടറി വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് ഇന്ന പാല് പിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു, പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചു. സെക്രട്ടറി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് വിഷ്ണുവിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വിഷ്ണുവിന് അയച്ചു കൊടുത്തപ്പോൾ സെക്രട്ടറി അടുത്ത് പറഞ്ഞത് അത് നിങ്ങൾ പിന്നെ പിരിയിച്ചാണെന്ന്, മനഃപൂർവ്വം പിരിയിച്ചാണെന്ന്. അത് നിങ്ങളായിട്ട് അത് പിരിയിച്ചതാണെന്ന് അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നിങ്ങൾ പിരിയിച്ചാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കേട്ടല്ലോ കംപ്ലീറ്റ്ലി. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നുന്നൊരു കാര്യം പറയാം. ഇതൊരു സ്റ്റേജ്ഡ് എന്താ പറയുക വൈറലാവാൻ വേണ്ടി ചെയ്ത, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു സാധനം ഞാൻ സോഷ്യൽ മീഡിയയിൽ അടിക്കാന്ന് പറഞ്ഞാൽ സ്റ്റേജ് ചെയ്തൊരു ആക്ട് പോലെ എനിക്കിപ്പോൾ തോന്നുന്നു ഈ പയ്യൻ ഈ തലയിൽ കൂടി ഒഴിച്ചിട്ടുള്ളത്. കാരണം ഇതാണ് ഞാൻ 2 സൈഡ് കേൾക്കണമെന്ന് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ആദ്യം വൈഫ് അവിടെ പോയി കച്ചറുണ്ടാക്കി എന്ന് പറയുന്നു ഈ പയ്യൻ്റെ. പിന്നെ അവിടുന്ന് ആ വൈഫ് അതുപോലെ പാല് തട്ടിക്കളഞ്ഞു എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ വരുന്നു, അവർ വരുന്നു, പാലെടുക്കുന്നു, തലയിൽ ഒഴിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ സർക്കാസ്റ്റിക് ആണെങ്കിലും ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് തൊണ്ടി മുതൽ നശിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തല്ലോടാ എന്ന് ചിലപ്പോൾ ജയ് ജിഞ്ചുറാണി മിനിസ്റ്റർ ചോദിക്കും. അതിനുള്ളൊരു വഴിയാണല്ലോ ഉണ്ടാക്കിയത്. ശരിക്കും എന്താ ചെയ്യണ്ടേ? എൻ്റെ പാലിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഞാൻ തന്നെ ചെക്ക് ചെയ്ത് ആളുകളെ കാണിച്ച് അതിനുശേഷം ഇപ്പോൾ പ്രതീകാത്മകമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രതീകാത്മകമായിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുപ്പിയിലാക്കി തലയിൽ ഒഴിച്ചാൽ മതി പാല്. അത്ര പാല് വേസ്റ്റ് ചെയ്ത് കളയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ആദ്യം ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെസ്റ്റിംഗ് സെൻറ്ററിലോ കൊണ്ടുപോയി പാലിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവർക്കെതിരെ വീഡിയോ ചെയ്യാം. അതൊന്നും ചെയ്യുന്നതിന് വരെ ഒറ്റയടിക്ക് എടുത്ത് ചാടിയിട്ട് തലയിൽ കൂടി ഒഴിക്കുക എന്നുള്ളത് അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നിയ ഒരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്തതായിരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെയും തോട്ട്. അങ്ങനെ തന്നെയാണ് ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിലുള്ളവർ പറയുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പയ്യനോട് കണ്ടിന്യൂസ്ലി സൊസൈറ്റിയിൽ നിന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ പാല് പിരിയുന്നുണ്ട്, ക്വാളിറ്റി പോരാ, പ്രശ്നങ്ങളുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് ഇവൻ്റെ പാല് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യാനിലാക്കി കൊടുത്തയക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? പിന്നെ ഇവൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ബില്ല് വേറൊരാളുടെ പേരിൽ അടിച്ച് ചേർത്ത് നിങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് 1 കൊല്ലം മുമ്പല്ലേ എന്ന് ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ അവർ 2 പേരും അവിടുന്ന് ഒഴിവാക്കി എന്നുള്ള ക്ലെയിമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മുടി ചീന്തി കൊണ്ടിരുന്ന ചേച്ചിയാണ് അപ്പുറത്തിരുന്ന് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം ഞാൻ പ്ലേ ചെയ്ത വീഡിയോനകത്ത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ എടുത്തില്ല അവിടുത്തെ സൊസൈറ്റിയിലെ 2 സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് അവരെ പിരിച്ചുവിടുന്ന സാധ്യത ഞാൻ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ പയ്യൻ പറയുന്ന ക്ലെയിമും ഇവർ പറയുന്നതും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ആ പയ്യൻ ആ വീഡിയോനകത്ത് പറഞ്ഞിട്ടില്ല. ഇവൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുക. ആ എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പേപ്പറാണ് ഇവിടെ സൈഡിൽ കാണുന്നത്. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇവൻ്റെ പാല് മാത്രം മോണിറ്റർ ചെയ്യുക എന്നുള്ള കാര്യത്തിനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് വരുന്ന നഷ്ടം, അതായത് ഇവൻ്റെ പാല് മേടിച്ച് എല്ലാവരുടെ പാലിൻ്റെ കൂട്ടത്തിലും ഒഴിക്കുമ്പോൾ അത്രയും പാല് കേട് വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവൻ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടി വരും. സൊസൈറ്റിക്കും മിൽമയ്ക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയ്ക്ക് ഈ പാലെടുത്ത തലയിൽ ഒഴിച്ചതാണോ എന്ന് വരെ സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ
മാറി എന്നുള്ളതാണ് എനിക്ക് ഇത്രയും വീഡിയോ കാണുമ്പോൾ പറയാനുള്ളത്. ഇനി നമുക്ക് ആ പശു ഇവൻ വിറ്റ ആളുടെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. 48 രൂപ കൊടുത്ത് ഒരു പശുവിനെ ഇവിടെ കൊണ്ടുവന്ന് വണ്ടിക്കാശ് എല്ലാം കൊടുത്ത് വന്ന് പശു ഇറങ്ങിയിട്ട് 2 ലിറ്റർ പാല് കിട്ടിയാൽ എങ്ങനെ നമ്മൾ ഇതുകൊണ്ട് മുതലായി പോകുന്നു. പക്ഷേ ഇപ്പോൾ ഈ പശുവിൻ്റെ അവസ്ഥ നോക്കി, എല്ലും തോലുമാണ് മൊത്തം. നമ്മൾ ഈ അടുത്ത് നിൽക്കുന്ന പശുക്കളും ഇതുമായിട്ട് നോക്കിയാൽ തീറ്റി കൊടുക്കാഞ്ഞിട്ടോ എന്തെങ്കിലും ആയിട്ടാണോ ഈ അവസ്ഥയിലാണ് അവനെ അവിടുന്ന് കയറ്റി വിട്ടേക്കുന്നത്. നമ്മളെ കാണിച്ച വീഡിയോയിൽ ഇതിൽ നല്ല കൊഴുത്തിരിക്കുന്ന പശുവിനെയാണ് അവൻ കാണിച്ചത്. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് നോക്കിക്ക് എല്ലും തോലും അങ്ങറ്റത്തെ ഇതിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ നിൽക്കുന്ന പശുക്കളെ അപ്പുറം ഇപ്പുറം വേറെ പശുക്കൾ നിൽപ്പുണ്ട്, അതിനെ നോക്കിക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇത് വന്നപ്പോഴത്തേക്കിനുള്ള അവസ്ഥയാണ് ഇതിൻ്റെ. ഈ രീതിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇത് ഇന്നോ നാളെ താഴെ പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിന് തീറ്റയും വെള്ളം കൊടുക്കാഞ്ഞിട്ടല്ല, ഇതെല്ലാം എല്ലാത്തിനും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നുണ്ട്, തീറ്റയും കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പശു ഇരിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ കറവക്കാരൻ തന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഉൾഭാഗത്തെല്ലാം ഇതുപോലുള്ള പശുക്കളെ 10, 15, 10 രൂപയ്ക്കും 12 രൂപയ്ക്കും കിട്ടും. അതിനെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് 40 രൂപ, 45 രൂപ, 48 രൂപ പറഞ്ഞാണ് അവൻ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താണ് ഇവൻ കൊടുക്കുന്നതെന്നാണ് നമ്മുടെ കറക്കുന്ന ആൾ തന്നെ പറയുന്നത്. ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ഇത് തമിഴ്നാട് അങ്ങ് അറ്റത്ത് ലാസ്റ്റ് കിടക്കുന്ന പശുവാണ്. നമ്മളിവിടെ കറക്കുന്ന ആളും തമിഴരാണ്. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കിട്ടാനില്ല. ഈ കിട്ടുന്ന 3 ലിറ്റർ എന്ന് പറയുന്നത് തന്നെ കഷ്ടിയാണ്. ആദ്യം അഡ്വാൻസ് ഇട്ട് കൊടുത്തു, പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വൈകുന്നേരത്തേക്കിന് എനിക്ക് പൈസ കിട്ടണം, വണ്ടിക്കാരുടെ അടുത്ത് വണ്ടിയെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ രീതിയിലാണ് വണ്ടിയെ കയറ്റി വിടുന്നതെന്ന് എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കൊണ്ടുവന്ന വണ്ടിക്കാരുടെ അടുത്ത് തന്നെ ഞാൻ ചൂടായി. ഞാൻ ഇറക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഇന്നടുത്ത് പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഞാൻ പശുവിനെ വലിച്ചിറക്കുമായിരുന്നു. വണ്ടിയിൽ നിന്ന് വലിച്ച് 2 കാലും പുറകോട്ട് പിടിച്ച് വലിച്ച് താഴെ കുത്തി നിർത്തി അങ്ങനെ വലിച്ച് താഴോട്ടിട്ടാണ് പശുവിനെ ഇറക്കി കൊണ്ടുവന്നത്. ആ ഇറക്കി അന്നേരം തൊട്ട് ഇവനെ വിളിക്കുന്നുണ്ട്. ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഫോൺ എടുത്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എടുത്തത് ഇങ്ങോട്ട് വിളിച്ച് തെറി പറയാൻ വേണ്ടി അവൻ ഫോൺ എടുത്ത് വിളിച്ച് ഫോട്ടോ കാണിച്ച് വീഡിയോ കാണിച്ച് കറക്കുന്ന വീഡിയോ ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ഒരു പകുതി ഇതിൻ്റെ അകത്ത് കറന്നുകൊണ്ടിരുന്ന ബക്കറ്റിൻ്റെ അകത്ത് കാണിച്ചിട്ട് പറഞ്ഞ് അവിടെ കൊണ്ട് കറന്ന് നിർത്തി കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് അതിൻ്റെ കറന്ന വീഡിയോ എന്ന് പറഞ്ഞു. വീഡിയോ കണ്ട് മാത്രം പശുവിനെ പോയി വാങ്ങിയ ചേട്ടൻ്റെ അടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഒരു വീഡിയോ കണ്ട് മാത്രം ഇപ്പോൾ ഒരാളെ വിശ്വസിച്ചെടുക്കാൻ പറ്റൂ. അതൊക്കെ നോക്കി ചെയ്യേണ്ടതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരാളെ ഒരു യുവ സംരംഭകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പശുവിനെ വാങ്ങി എന്നുള്ളതാണ് ആ ചേട്ടൻ പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാലും ഒരാളെങ്ങനെ പറ്റിക്കാൻ പാടുമോ? തൻ്റെ പാലെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തലയിലൂടെ പാല് കമത്തി പ്രതിഷേധിച്ച വിഷ്ണുവിനോടാണ് ഒരാൾക്ക് താൻ കൊടുത്ത, ഇപ്പം പശുക്കച്ചവടക്കാരനാണ് താൻ തന്നെ പറയുന്നുണ്ട് വിഷ്ണു. അപ്പോൾ ഒരു സംരംഭം നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് ട്രസ്റ്റും ഇല്ല, ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥയിൽ ഒരാൾ വന്ന് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനും കൂടി റിപ്ലൈ നിങ്ങൾ കൊടുക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി ഇതേപോലെ വിഷ്ണു പശുവിനെ വിറ്റ ആർക്കൊക്കെ ഇങ്ങനത്തെ സീനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അതോ ഇതൊരു ഒറ്റ കേസ് മാത്രമായിട്ട് വന്നതാണോ എന്നുള്ളതും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞ സോഴ്സിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു ഒറ്റ കേസല്ല. ഒരുപാട് പേർക്ക് ഇതേപോലെ വിഷയങ്ങളുണ്ട്. പശുവിനെ വിറ്റിട്ട് സീനായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വിളിച്ചു കഴിഞ്ഞാൽ തെറിവിളിയും ഗുണ്ടായിസുമാണ് വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതൊക്കെയാണ് പലരും പറയുന്നത്. ഇനി വിഷ്ണു വീണ്ടും ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. പാല് ഞാൻ തലയിൽ കൂടി ഒഴിച്ചോളൂ, എന്റെ ജീവിതം തന്നെ ഇപ്പൊ കളയേണ്ടി വരും, ഞാൻ ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തേണ്ടി വരും. കാരണം കൊല്ലം പരവൂരുള്ള പോളി ക്ലിനിക്കിലെ ഡോക്ടർ, വെറ്റിനറി സീനിയർ സർജൻ തന്നെയാണ് അത് വെരിഫൈ ചെയ്ത് അതിന് ടാഗ് ചെയ്തിട്ടുള്ളത്. അത് 22 ദിവസമായ പശുക്കളാണ് ഇപ്പോൾ കറവയിലുള്ളത്. പിന്നെ എങ്ങനെയാ മാഡം ഞാൻ 4, 5, 7 ദിവസമുള്ള പശുക്കളെ കറന്ന് ഒഴിക്കുമെന്ന് പറയുന്നത്? അപ്പൊ ഡെപ്യൂട്ടി ഡയറക്ടർ പോലും പാർട്ടി എന്ന് പറയുന്ന സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാഡം ഒരു നടപടിയും ഇതുവരെ ഈ നിൽക്കുന്ന ഈ സമയം വരെ എന്റെ 2 ദിവസത്തെ പാല് ഇതുവരെ എനിക്ക് എവിടെ ഒഴിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ 2 ദിവസം കഴിഞ്ഞ ദിവസത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും പാല് വെറുതെ ഞാൻ ഒഴുക്കിക്കളയായിരുന്നു. എനിക്ക് ലോക്കൽ സപ്ലൈ കഴിഞ്ഞിട്ട് ബാക്കി 15, 16 ലിറ്റർ പാല് വെറുതെ ഞാൻ വേസ്റ്റ് ചെയ്യായിരുന്നു. ഞാൻ ഇതിനെതിരെ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ മാഡത്തിനെ വിളിച്ചു. എന്റെ മാനസികാവസ്ഥ ഇതാണ്, എനിക്ക് ഈ സൊസൈറ്റി പാലെടുക്കുന്നില്ല, ഈ പരവൂർ കൂനയിൽ സൊസൈറ്റിയിൽ പാലെടുക്കാൻ കഴിയുന്നില്ല, സമീപത്തുള്ള സൊസൈറ്റികളിലും പാലെടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ പാൽ എവിടെ ഒഴിക്കേണ്ടത്? അപ്പൊ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു ഏത് സൊസൈറ്റി ഒഴിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു മാഡം പറയൂ ഏത് സൊസൈറ്റി. അങ്ങനെ പരവൂർ നമ്മുടെ മുക്കടയിലുള്ള സൊസൈറ്റിയിൽ പാൽ ഒഴിക്കാമെന്ന് പറഞ്ഞു. ആ സൊസൈറ്റിയിൽ ഞാൻ പാൽ ഇന്ന് രാവിലെ ഏകദേശം 6.5 ലിറ്റർ പാല് ഞാൻ ആ സൊസൈറ്റിയിൽ എത്തിച്ചു. സൊസൈറ്റിയിൽ പോകുന്നതിന് മുമ്പ് ഈ പാല് ഞാൻ വീട്ടിൽ ചൂടാക്കി വെരിഫൈ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. അവർ റീഡിങ് എടുത്തു, SNF റീഡിങ് നോക്കി, എന്റെ പേര്, എന്റെ അഡ്രസ്സ് എല്ലാം ചോദിച്ചു തന്നെ അവിടുന്ന് എനിക്ക് പിറ്റേ ദിവസം തന്നെ ബില്ല് തരാമെന്നും പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്നു. ഏകദേശം 9 മണിയായപ്പോൾ തന്നെ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ വിളിക്കുന്നു, വിഷ്ണു ഇന്ന് കൊണ്ടുകൊടുത്ത പാല് അസിഡിറ്റി ഉള്ളതാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് മിനിസ്റ്ററോ എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടറോ എനിക്ക് ഈ
മിൽമയിലെ ആൾക്കാരോ ആരും എനിക്ക് ഇനി ഒരു സഹായവും ചെയ്തു തരല്ലേ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇന്നത്തോടൊരു കാര്യം മനസ്സിലായി, ഇവരെല്ലാവരുടെ ഒത്തുകളിയാണ്. ഞാൻ CPM പ്രവർത്തകൻ എന്ന് പറഞ്ഞത് എനിക്ക് ഒരു പാർട്ടിയിലും ഞാൻ അംഗമല്ല, ഒരു പാർട്ടിയോടും എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്രോഹമില്ല. എൻ്റെ വൈഫ് ഇവിടെ ഈ പ്രശ്നം നടക്കുന്ന തലേ ദിവസം ഞാനൊരു സ്ഥലം വരേക്ക് അത്യാവശ്യമായി പോകേണ്ട സാഹചര്യം വന്നപ്പോൾ എൻ്റെ വൈഫിയുടെ പാലൊഴിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ സംഘത്തിലെ പ്രസിഡന്റ് ആയിട്ടുള്ള CPM പ്രവർത്തനമായിട്ടുള്ള നമ്മുടെ മഹേന്ദ്രൻ പിള്ള എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വൈഫിനെ മോശമായിട്ട് ചീത്ത വിളിക്കുകയും പരസ്യമായിട്ട് ആക്ഷേപിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഞാനൊരു CPM പ്രവർത്തകനാണ്, നിന്നെ വെച്ചിരിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മാനസികാവസ്ഥയിൽ ഞാനത് പറഞ്ഞു പോയത്. CPM പ്രവർത്തകനായിട്ടുള്ള അല്ല, ഒരു പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമോ വിദ്രോഹമോ ഇല്ല. ഇന്ന് ഞാൻ ആ സംഘത്തിൽ ഒഴിച്ച പാല് അസിഡിറ്റി എന്ന് പറഞ്ഞ് അത് മാറ്റി വെക്കുകയും പാൽ അവിടെ റീഡിംഗ് എടുത്തു, അസിഡിറ്റി മാറ്റി ഇന്ന് വൈകിട്ട് വീണ്ടും സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞു. ഇതിനോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി, കേരളത്തിലെ ഏത് ജില്ലയിൽ വിഷ്ണു എന്നുള്ള ഞാൻ പാല് കൊണ്ട് ഒഴിച്ചാലും ആ പാല് പിരിയുക തന്നെ ചെയ്യും. എങ്ങനെയാണ് വിഷ്ണു ഇതെന്താ ഇത്രയും വലിയൊരു കൂടെ കൊട്ടേഷൻ സംഘമാണോ സൊസൈറ്റികളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഒരു സൊസൈറ്റിയിലല്ല വേറൊരു സൊസൈറ്റിയിൽ കൊണ്ടുപോയി അത് അവിടുന്ന് മുകളിലേക്ക് പോയി അവിടെ ചെന്നിട്ട് അസിഡിറ്റി ഉള്ള പാലാണ് എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തം പാലിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് ചിന്തിച്ചുകൂടെ? അതൊന്ന് റെഡിയാക്കാൻ നോക്കിക്കൂടെ? ഇപ്പോൾ വിഷ്ണു പറയുന്ന പോലെ പാർട്ടിക്കാരെല്ലാവരും കൂടിയും ഒറ്റക്കെട്ടായി നിന്ന് വിഷ്ണുവിനെ തകർക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും വിഷ്ണുവിനോടുള്ള ദേഷ്യം? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇതൊരു ദേഷ്യം വരാനുള്ള ഒരു കാരണം വേണ്ടേ? 10 ലിറ്ററോ 12 ലിറ്ററോ മാത്രം കൊടുക്കുന്ന ഒരു ക്ഷീര കർഷകനാണ് വിഷ്ണു. വിഷ്ണു പറയുന്നു പശുവിനെ വിൽക്കുന്നത് കൊണ്ടാണ് എന്നോടുള്ള ദേഷ്യം എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ശരിയാണ്, ക്ഷീര കർഷകർ എന്നുള്ള നിലയ്ക്ക് ഇടക്കാലത്ത് വന്നു പോകുന്ന പശുക്കളുടെ മാറി വരുന്ന പശുക്കളുടെ പാല് കൊടുക്കുമ്പോൾ അവർക്ക് ക്വാളിറ്റി കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ സൊസൈറ്റിയിലുള്ള ബാക്കി കർഷകർ പറഞ്ഞു. അത് നിങ്ങൾ മറ്റേ പശുവിനെ വിറ്റ് ജീവിക്കുന്ന കർഷകനായതുകൊണ്ടല്ല അവർ പറയുന്നത്. അവർ സ്ഥിരമായിട്ട് പശുക്കളെ വെച്ച് പാല് എടുത്ത് ക്ഷീര കർഷകരായി സൊസൈറ്റിയിൽ കൊണ്ടുപോയി അങ്ങനെ പോകുന്ന ആളുകളായതുകൊണ്ട് അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? അല്ലാതെ ഇവിടെയും എല്ലായിടത്തും എന്നെ തുരത്തി അടിക്കുകയാണെന്ന് പറയുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണമോ ബലമോ ഇല്ലാത്ത എത്രയോ സൊസൈറ്റികളില്ലേ? അവിടെ നിങ്ങൾ കൊണ്ടുപോയി നോക്ക്, അവിടെ ടെസ്റ്റ് ചെയ്യിക്കാമല്ലോ. പിന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഇവർ മറ്റേ നാരങ്ങ ഒഴിഞ്ഞ് നിങ്ങളത് വിരിപ്പിച്ചു അല്ലെങ്കിൽ മനഃപൂർവ്വം അസിഡിക് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ വേറെ എത്രയോ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് സെൻറ്റേഴ്സ് തന്നെ ഉണ്ടാവും. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാമല്ലോ, എന്നിട്ട് ജനങ്ങളെ അറിയിക്കാമല്ലോ നിങ്ങൾക്ക്. അപ്പം അങ്ങനെ ചെയ്യണം, അല്ലാതെ തലയിൽ കൂടി ഒഴിച്ച് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇനി വരുന്ന നിങ്ങളുടെ പാലെടുത്ത് പിന്നെ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ചിലവ് നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളൊരു സംഗതി. അപ്പോൾ അതിൻ്റെ മുൻകൂറായിട്ട് നിങ്ങൾ ഇട്ട പോലെ പേഴ്സണലി ഇത് ഫീൽ ആവുള്ളൂ, തോന്നുള്ളൂ. മനസ്സിലായോ? അല്ല നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടെ ലോക്കലിൽ കച്ചവടം നടത്തും, അങ്ങനെയും ചെയ്യാമല്ലോ നമുക്ക്. അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ ബെറ്റർ, വേറെ ഓപ്ഷനില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ചുമ്മാ തലയിൽ കൂടി ഒഴിച്ച് എന്താ പറയുക ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു യുവ സംരംഭകൻ്റെ പ്രതിഷേധം എന്നുള്ളതിനുപരി ഇതിനകത്ത് കുറേ ഇങ്ങനത്തെ ഹിഡൻ ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും നമുക്ക് ബാക്കി ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യാം. ബിക്കോസ് ഒരൊറ്റ സ്റ്റോറിയുടെ ഒരു സൈഡ് മാത്രം വന്ന് ഷെയർ ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനൊരു ആംഗിൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങളെ അറിയിക്കണ്ടേ.